ഒരു തെലുങ്ക് വെബ് സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മിത്തോളജിക്കൽ എലമെന്റ്സ് ഒക്കെ ഉള്ള വേണമെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആണ്. വിരാട്ടപാലം PC മീനാർ റിപ്പോർട്ടിംഗ് C5 സ്ട്രീം ചെയ്യുന്നത്. തെലുങ്കന്മാർക്ക് മാത്രം എവിടുന്നാണ് ഇങ്ങനത്തെ കിടിലൻ കൺസെപ്റ്റ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൽ വന്നിട്ട് കല്യാണം നടന്നു കഴിഞ്ഞു വെച്ച് ഈ കൊച്ചുങ്ങളിൽ പെൺകൊച്ചുങ്ങൾ അന്ന് രാത്രി അല്ലെങ്കിൽ ആ ദിവസം കഴിയുന്നതിന് മുമ്പ് ചോര ഛർദ്ദിച്ച് മരിക്കും. അതുകൊണ്ട് ഒരു 7 കൊല്ലമായിട്ട് അവിടെ വന്നിട്ട് കല്യാണം ഒന്നുമില്ല. അവിടുത്തെ പെൺകുട്ടികളൊക്കെ വേറെ ഗ്രാമത്തിൽ പോയിട്ട് കല്യാണം കഴിക്കുകയാണ്. അപ്പൊ അവിടേക്കാണ് നമ്മുടെ നായിക വന്നിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ നടക്കണമെന്നൊക്കെ ആരുടെയെങ്കിലും ശാപമാണോ അല്ലെങ്കിൽ ദൈവകോപമാണോ വല്ല മേർഡർ ആണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സീരീസാണ്. ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് മനസ്സിലാവില്ല ഇത് ആരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ നടക്കണമെന്നൊക്കെ. കാരണം ഒരു കൊച്ചു രാവിലെ മരിച്ചു വെച്ചാൽ പിറ്റേ കൊച്ചു രാത്രി ആയിരിക്കും. ചില കൊച്ചുങ്ങൾ കല്യാണം നടക്കണ ആ സമയത്താണ് മരിക്കുക. അതുകൊണ്ട് ഇത് എങ്ങനെ നടക്കണു എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു അണ്ടർ കുക്ക്ഡ് TV സീരിയൽ പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 4-5 എപ്പിസോഡൊക്കെ ആകുമ്പോൾ അതിലത്തെ ഒരു ക്യാരക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇവര് തന്നെയായിരിക്കും ഇതിന്റെ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്നുള്ളത്. സോ ഒന്ന് സൂക്ഷിച്ച് കണ്ടു നോക്കിയാൽ മതി. തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ഇവർ അതിനെ വലിച്ചു നീട്ടി 7ാമത്തെ എപ്പിസോഡിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് കൊണ്ടുപോയി കാണിക്കുന്നത്. ആൻഡ് അതിന് അവർ പറയുന്ന ഒരു മോട്ടീവ് ഉണ്ട്. LKG പിള്ളേർ പോലും അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രയും വീക്ക് ആയിട്ടുള്ള ഒരു മോട്ടീവായിരുന്നു. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം C5 ഈ തെലുങ്ക് കന്നഡ സീരീസ് അല്ലെങ്കിൽ സിനിമാസ് ഒക്കെ വരുന്നതൊക്കെ കിടിലായിരിക്കും. പ്രത്യേകിച്ച് ഈ റൂറൽ ഏരിയാസിനെ ബേസ് ചെയ്തിട്ട്. ഈ ഇടയ്ക്ക് നമുക്ക് അന്തർമായ പറഞ്ഞിട്ടൊരു സീരീസ് കിടിലനായിരുന്നു. അതേപോലെ തന്നെ അജ്ഞാതവാസി പറഞ്ഞിട്ടൊരു സിനിമ, അതിന്റെ മുമ്പ് വന്നിട്ട് അയ്യാനെ മനേ പറഞ്ഞിട്ടൊരു സീരീസ്. എല്ലാം ഈ മിത്തോളജിക്കൽ എലമെന്റ്സ് മിക്സ് ചെയ്തിട്ട് കിടിലനായിട്ടുള്ള സീരീസും സിനിമാസും ആയിരുന്നു. പക്ഷെ ഇത് കൊണ്ടേ തൊലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിൽ നമ്മുടെ PC മീന നായിക കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പോലീസുകാർക്ക് ഫുൾ ഈ കൊച്ചിനെ പേടി. ഈ കൊച്ചു വന്നിട്ട് എല്ലാവരും ഭരിക്കുക. അതേപോലെ തന്നെ ഈ കൊച്ചു തന്നെ വന്നിട്ട് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് തയ്യാറാവുക. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ പ്രസിഡന്റിനെ വന്നിട്ട് എല്ലാവർക്കും പേടിയാണ്. ആ പ്രസിഡന്റിന് ഈ കൊച്ചിനെ പേടി. പിന്നെ ടുവേർഡ്സ് ലാസ്റ്റ് കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതായത് സ്ത്രീകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിക്ക് അത്യാവശ്യം വർക്ക് ആവാത്തൊരു സീരീസ് ആണ്. കാരണം ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിട്ട് അവസാനം കൊണ്ട് തൊളിച്ചു. നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ ബിജു മെന്നന്റെ റോമൻസ് സിനിമയില്ലേ, ഒരു പള്ളി അടച്ചിട്ടിട്ട് ആ പള്ളിയിൽ വന്നിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ കൺസെപ്റ്റ് തന്നെയാണ് ഈ സീരീസിനും. അത് കിടിലനായിട്ട് എടുത്തു വെച്ചപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ പാളി എന്ന് പറയാം. അത് നമുക്ക് ടുവേർഡ്സ് എൻഡൊക്കെ ഭയങ്കര ത്രിൽ അടുപ്പിക്കുകയായിരുന്നു. ഇതും അതേപോലെയൊക്കെ കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടെങ്കിലും അവസാനമൊക്കെ പാളി എന്ന് വേണമെങ്കിൽ പറയാം. തെലുങ്ക് ഭാഷ മാത്രം അവൈലബിൾ ഉള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക. വലിയ എക്സ്പെക്ടേഷനിലൊന്നും കാണാതിരിക്കുക. ത്രില്ലർ സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അന്തർമായ എന്നാണ് സീരീസിന്റെ പേര്. C5 സ്ട്രീം ചെയ്യുന്നത്. ഇതിന്റെ പേര് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അർജുൻ ദാസിന്റെ ഹൊറപ്പടായ അന്ധകാരവും അതേപോലെ നയൻതാരയുടെ മായ പറഞ്ഞിട്ടുള്ള ഹൊറപ്പടം. ബേസിക്കലി എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള 2 പടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ടു നോക്കാം. ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് കങ്കൺ റീജിയൻ ആണ് കാണിക്കുന്നത്. അവിടെ വലിയൊരു വീട് കാണിക്കുന്നുണ്ട്. സോ കഥ ഫുള്ളായിട്ടൊന്നും പറയാൻ പോലില്ല. ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. സോ അവിടേക്ക് ഒരു ഫാമിലി വന്ന് കയറുകയാണ്. സോ ഫാമിലി വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വീട് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസയും കൊണ്ട് സുഖമായി പോയി ജീവിക്കാനാണ്. സോ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മലയാളത്തിൽ നിന്ന് യൂട്യൂബിൽ ഒരു ഹൊറർ പടം ഈ ഇടയ്ക്ക് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് അൽ നാസറിന് സാമ്യമുള്ള എന്തൊരു പേരാണ്, എബനസർ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവര് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരാൾ മരിച്ചിട്ട് അയാളുടെ ഒരു കർമ്മവും കാര്യങ്ങളും ചെയ്യാനാണ്. അതിന്റെ ഒപ്പം തന്നെ വീട് വിൽക്കുകയും അവർക്ക് വേണം. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ പറയുന്നത്. ഇതിൽ ഓരോരുത്തരും ഈച്ച് ആൻഡ് എവറി വൺ നമുക്ക് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നും. പക്ഷെ ആദ്യത്തെ ഒരു 1-2 എപ്പിസോഡിൽ ഇവര് രാകേഷ് കേശവൻ എന്നൊക്കെ പറയുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 3 പേരെയും കാണാൻ ഏകദേശം ഒരേപോലെയാണ്. പിന്നെ ആദ്യത്തെ ഒരു 3 എപ്പിസോഡിലൊക്കെ ഈ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ആർക്കും ഒരു അറ്റാച്ച്മെന്റും ബോണ്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യം പറഞ്ഞു പോകണം. 4ാമത്തെ എപ്പിസോഡ് തൊട്ട് കിടിലനായിരുന്നു. അതായത് ഒരു സൈക്കിക് ജോണറിലോട്ട് അത് മാറുകയാണ്. ഞാനൊക്കെ കിളി പോയ പോലെയായിരുന്നു ഇതിന്റെ ക്ലൈമാക്സിൽ ഇരുന്ന്. സോ ഞങ്ങൾ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് അല്ല, പക്ഷെ ഇത് മനസ്സിലാക്കാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 4ാമത്തെ എപ്പിസോഡിന്റെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ വിചാരിക്കാത്ത പോലെയാണ് ഈ സീരീസ് പോയത്. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. കാരണം ഇതിന്റെ കൺസെപ്റ്റ് കിടിലനാണ്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സീരിയൽ പോലെയാണെന്നേ ഉള്ളൂ. ഇത് നല്ല പണിയറിയാവുന്ന ആളുടെ കൈ കിട്ടി വെച്ച പെട്ട സാധനമായതിനെ സ്റ്റിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഇതിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ ഇതൊരു മറാത്തി സീരീസ് ആണ്. അതിന്റെ മറാത്തി വേർഷനും ഹിന്ദി വേർഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഇപ്പൊ ലാംഗ്വേജ് ഒക്കെ ബാരിയർ ആയിട്ട് നോക്കുന്നവരൊക്കെ വളരെ കമ്മിയാണ്. സബ് ടൈറ്റിൽസ് വെച്ച് സിനിമ കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടില്ല വെച്ചാൽ കാണാൻ തുടങ്ങുക എന്നേ പറയാനുള്ളൂ. ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. നമുക്ക് പുതിയ പുതിയ വേർഡ്സ് കിട്ടും, പുതിയ പുതിയ സെന്റൻസ് കിട്ടും, ഇഡിയംസ് ഒക്കെ നമുക്ക് അതിന് മനസ്സിലാക്കാം.
സോ ഇതില് ഒരു വേലക്കാരനായിട്ട് ഒരു ആൾ അഭിനയിച്ചിട്ടുണ്ട്. കിട്ടില്ലനായിരുന്നു, കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു അങ്ങേരെ. അതേപോലെ തന്നെ ഒരു ഗർഭിണിയായിട്ടൊരു കൊച്ചു പേരുണ്ട്, ആ കൊച്ചു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഒരുവിധം എല്ലാ പെണ്ണുങ്ങളും പൂതനകളാണെന്നേ പറയുന്നുള്ളൂ. സോ ഇങ്ങനത്തെ ഓരോന്നിനെ കെട്ടിനേക്കാളും ഭേദം ജീവിതകാലം മൊത്തം സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് നല്ലത്. കാണുമ്പോൾ മനസ്സിലാവും അത്ര പൂതനകളാണ് ഇതിലുള്ളത്. സോ എനിക്ക് ബേസിക്കലി വെറൈറ്റി സീരീസ് ആയി തോന്നി. സോ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഹൊറർ സീരീസും അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ സീരീസിന് കുറച്ച് വ്യത്യസ്തമായ ഒരു സീരീസ് ആയി തോന്നി. പക്ഷെ ടെക്നിക്കലി അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സീരിയൽ പോലെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ റെഡി ആണെന്ന് വെച്ചാൽ നല്ലൊരു സീരീസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് അന്തർ മായ. സോ ട്രൈ ഇറ്റ് ഔട്ട്. C5 അവൈലബിൾ ആണ്. സോ ലെസ് എക്സ്പെക്ടേഷൻ വെച്ച് പോവുക. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സ് അത്യാവശ്യം കൺഫ്യൂസിംഗ് ആണ്. സോ മനസ്സിലാവാത്തവർ ചുമ്മാ ക്ലൈമാക്സ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അവർ അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ തരും. സോ